കത്തീഡ്രലായി ഉയർത്തി ദിവസങ്ങൾക്കുള്ളിൽ ദേവാലയത്തിനു നേരെ മ്യാൻമർ സൈനിക ഭരണകൂടത്തിന്റെ ആക്രമണം. മിൻഡാറ്റിലുള്ള തിരുഹൃദയ കത്തോലിക്ക ദേവാലയം സൈന്യം ബോംബിട്ട് തകർത്തു. ഫെബ്രുവരി 6 നടന്ന ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് അടുത്തിടെയാണ് വാർത്തകൾ പുറത്തു വന്നത്. സമാധാനത്തിന്റെ ഐക്യത്തിന് വഴിയൊരുക്കുന്ന ഒരു മ്യാൻമർ വിഭാവനം ചെയ്യപ്പെടാൻ യാംഗൂണിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ചാൾസ് മൗങ് ബോ പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചു. മ്യാൻമറിൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ മിൻഡാറ്റിലുള്ള തിരുഹൃദയ കത്തോലിക്ക ദേവാലയം തകർന്നു. ഫെബ്രുവരി 6 ബോംബ് സ്ഫോടനം നടന്നതെങ്കിലും പുറം ലോകം വാർത്തയറിയുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ്. അരക്ഷിതാവസ്ഥയും പോരാട്ടവും കാരണം വൈദികരും വിശ്വാസികളും പ്രദേശം വിട്ടുപോയതിനാൽ ആളപായമില്ല. മേൽക്കൂരയ്ക്കും ജനാലകൾക്കും കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് ദേവാലയം ഇപ്പോഴുള്ളത്. ബോംബാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനും വിശ്വാസത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് മ്യാൻമറിലെ ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റായ യാംഗൂണിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ചാൾസ് മൗങ് ബോ, സംഘർഷങ്ങളാലും പ്രക്ഷോഭങ്ങളാലും മൂടപ്പെട്ട ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ കണ്ണുകൾ സമാധാനത്തിന്റെ അമ്മയായ മറിയത്തിലേക്ക് തിരിക്കാം. അവൾ നമ്മിൽ ആന്തരികമായ സമാധാനം വളർത്തിയെടുക്കാനും പ്രശ്നഭരിതമായ നമ്മുടെ ലോകത്ത് സമാധാനത്തിന്റെ ദൂതന്മാരാകാനും നമ്മെ ക്ഷണിക്കുന്നു, കർദിനാൾ ബോ പങ്കുവച്ചു. തങ്ങളുടെ പള്ളി ബോംബാക്രമണത്തിൽ തകർന്നതിൽ സങ്കടമുണ്ട്. ഇത് ഹൃദയത്തിലേറ്റ മുറിവാണ്. പക്ഷെ തോൽപ്പിക്കാൻ അനുവദിക്കില്ല എന്നും ദേവാലയം പുനർനിർമ്മിക്കുമെന്നും വൈദികൻ ഫാദർ പോളിനസ് പറഞ്ഞു. ജനുവരി 25 ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ച മിൻഡാറ്റ് രൂപതയുടെ കത്തീഡ്രലായി ദേവാലയത്തെ അടുത്തിടെ ഉയർത്തിയിരുന്നു. ആക്രമണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ദേവാലയ അംഗങ്ങൾ കത്തീഡ്രൽ പ്രഖ്യാപനത്തിന്റെയും പുതുതായി നിയമിതനായ ബിഷപ്പ് അഗസ്റ്റിൻ താങ് സാഹാങ്ങിന്റെയും മെത്രാഭിഷേകം ഉൾപ്പെടെ തിരുക്കർമ്മങ്ങളുടെ ഒരുക്കങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതായി റിപ്പോർട്ട് ലഭിക്കുന്നു. മ്യാൻമറിലെ ഏക ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനമായ ചിന്നിൽ പുതുതായി രൂപീകൃതമായ മിൻഡാറ്റ് രൂപതയിൽ 3,60,000 മൊത്തം ജനസംഖ്യ. അതിൽ 14,000-ലധികം കത്തോലിക്കരും 23 ഇടവകകളുമുണ്ടെന്ന് ഹോളീസി കണക്കുകൾ പറയുന്നു. മുൻപ് ബർമ എന്നറിയപ്പെട്ടിരുന്ന മ്യാൻമർ 1948 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആവർത്തിച്ചുള്ള സായുധ ഏറ്റുമുട്ടലുകൾ അനുഭവിക്കുകയും 1962 മുതൽ 2011 വരെ ദശാബ്ദങ്ങൾ സൈനിക ഭരണത്തിന് കീഴിൽ കഴിയുകയും ചെയ്തു. ബുദ്ധമതക്കാർ കൂടുതലുള്ള രാജ്യം അതിന്റെ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുമ്പോൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യത്ത് 100-ലധികം ആരാധനാലയങ്ങൾ ബോംബിടുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു. 2024 ഏപ്രിൽ കാച്ചിൻ സംസ്ഥാനത്ത് കുർബാന അർപ്പിക്കുന്നതിനിടെ മ്യാൻമർ പുരോഹിതൻ മാരകമായി വെടിയേറ്റു മരിച്ചു. 2021 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് സിവിലിയൻ അപകടങ്ങൾ 6,000-ലധികം ഉയർന്നു. അതേസമയം ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെട്ടു. സൈനിക ഭരണകൂടം ആയിരക്കണക്കിന് ആളുകളെ കൊന്നു, 10,000-കണക്കിന് ആളുകളെ തടവിലാക്കി. ആശുപത്രികളിലും സ്കൂളുകളിലും മതപരമായ കെട്ടിടങ്ങൾക്കും ബോംബെറിഞ്ഞു. വർഷങ്ങളായി അക്രമാസക്തമായ സംഘർഷം നിലനിൽക്കുന്നതിന്റെ ഭീതിയിൽ കഴിയുന്നവരാണ് ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.